കള്ളുകുടിയന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വീര്യം കൂടിയ കള്ള് കുടിക്കുന്നതിനൊപ്പം നിങ്ങൾ തട്ടിപ്പോകാനും സാധ്യത ഏറുന്നു. കള്ളിന്റെ സാമ്പിളിൽ കാലാവധി കഴിഞ്ഞ ചുമമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായിട്ടുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. പാലക്കാട് ചിറ്റൂർ റേഞ്ചിൽ എക്സൈസ് വകുപ്പ് പരിശോധനയ്ക്കയച്ച കള്ളിന്റെ സാമ്പിളിലാണ് ചുമമരുന്നിന്റെ സാന്നിധ്യം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കള്ളിന്റെ വീര്യം കൂട്ടാനാണ് ഇത്തരം ചുമയുടെ സിറപ്പുകൾ ചേർക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. കാക്കനാട് ലാബിൽ നിന്നാണ് ഇപ്പോൾ ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതായത് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ചിറ്റൂർ റേഞ്ച് ഗ്രൂപ്പ് നമ്പർ 9 വണ്ണാമട കുറ്റിപ്പള്ളം ഷാപ്പുകളിൽ നിന്ന് കള്ള് പരിശോധനയ്ക്ക് അയച്ചത്. ഈ സാമ്പിളുകളിലാണ് കപ്പ് സിറപ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് കള്ളിൽ കപ്പ് സിറപ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതായത് ചുമമരുന്നിൽ ഉൾപ്പെടുത്തുന്ന ബനാട്രിൽ എന്ന രാസപദാർത്ഥമാണ് ഈ കള്ളിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. വലിയ രീതിയിൽ ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു രാസപദാർത്ഥമാണിത്. മുമ്പ് സ്പിരിറ്റ് ഉൾപ്പെടെയുള്ളവ ഈ കള്ളിൽ നിന്നും കണ്ടെത്തിയിരുന്നു. പാലക്കാട് ജില്ലയിലെ വിവിധ ഷാപ്പുകളിലും ബനാട്രിലിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായിട്ട് തന്നെയാണ് വിവരങ്ങൾ. ഇതിനെതിരെ ഇപ്പോൾ പോലീസ് കർശന നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഓരോ ലൈസൻസിയുടെയും കീഴിലുള്ള 2 ഷാപ്പുകളിൽ വിൽക്കുന്ന കള്ളിൽ നിന്നും ഇത്തരത്തിൽ ബനാട്രിലിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് കാലാവധി കഴിഞ്ഞ കപ്പ് സിറപ്പുകളായിരിക്കും ഈ കള്ളിൽ കലർത്തിയതെന്ന് തന്നെയാണ് എക്സൈസിന്റെ നിഗമനം. ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ കള്ള് ഷാപ്പുകളിൽ വ്യാപകമായി തന്നെ അന്വേഷണം നടത്താൻ ഇപ്പോൾ എക്സൈസ് നീക്കം നടത്തുകയാണ്. എന്നാൽ ഫലം ലഭിക്കാൻ മാസങ്ങൾ എടുക്കും എന്നതിനാൽ തന്നെ അധികൃതർക്ക് ഇത് ഏറ്റവും വെല്ലുവിളിയായി മാറിയിരിക്കുന്നു എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു. അതേസമയം യൂട്യൂബിലൂടെ വാറ്റ് പഠിച്ചതോടെ പോലീസിനടക്കം തലവേദനയാകുകയാണ് ചില സംഘങ്ങൾ. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് പിന്നാലെ ദിവസവും നിരവധി കോളുകളാണ് വ്യാജവാറ്റും വിൽപ്പനയും സംബന്ധിച്ച് പോലീസിനെ തേടിയെത്തുന്നത്. വാറ്റ് കൂടിയതോടെ ഉണ്ട ശർക്കര, വെള്ളം, വലിയ കറുവപ്പട്ട, താത്തിരിപ്പൂവ്, ബിസ്ക്കറ്റ്, അമോണിയ എന്നിവയ്ക്കൊക്കെ തന്നെ വില കൂടിയിരിക്കുകയാണ്. ഈ ചേരുവകളെല്ലാം ചേർത്ത് മൺകുടത്തിലോ പ്ലാസ്റ്റിക് പാത്രത്തിലോ ഒക്കെ നന്നായി കെട്ടിവെച്ച് ദിവസവും രാവിലെയും വൈകിട്ടും കുറച്ച് ഇളക്കി കൊടുത്തു. ഒടുവിൽ 8-9 ദിവസം കഴിയുമ്പോൾ ഈ മിശ്രിതം വാറ്റുന്നതിന് പാകമാകുന്ന ഒരു വാഷാണ് ഇപ്പോൾ എക്സൈസ് സംഘം അടുത്തിടെ കണ്ടെത്തി നശിപ്പിച്ചിരിക്കുന്നത്. അതായത് പഴങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ചാരായമാണെങ്കിൽ ആവശ്യമുള്ള പഴങ്ങൾ വാഷിൽ ഉടച്ചു ചേർക്കുന്നു. പഴങ്ങൾ ചേർത്തതിന് പിന്നാലെ രാവിലെയും വൈകിട്ടും ഒക്കെ ഇളക്കുകയും പഴങ്ങൾ ചേർത്തതിന് ശേഷം 14-15 ദിവസങ്ങൾ കഴിയുമ്പോൾ മാത്രമായിരിക്കും അത് വാറ്റുന്നതിന് തന്നെ പാകമായി വരികയുള്ളൂ. ഇതിലൊന്നും ഒരു കിക്ക് പോരാ എന്നുണ്ടെങ്കിൽ അട്ടയോ പല്ലിയോ പാറ്റ, അമോണിയം, ഉപ്പ്, ബാറ്ററി, കാർബൺ പൊടിച്ചത് എന്നിവയും കൂടി ഈ സംഘങ്ങൾ ചേർക്കുന്നു. ഇത് 15 ദിവസത്തോളമായിരിക്കും ഇളക്കി ഇവർ സൂക്ഷിക്കുക. വാറ്റ് കൂടിയതോടെ സൂപ്പർ മാർക്കറ്റുകളിൽ ഉൾപ്പെടെ ശർക്കരയുടെയും പഞ്ചസാരയുടെയും ഒക്കെ വിൽപ്പന വർദ്ധിച്ചു എന്ന വിവരങ്ങളുണ്ട്. ആയുർവേദ മരുന്നുകൾ, ഈന്തപ്പഴം, പൈനാപ്പിൾ ഉൾപ്പെടെയുള്ള പഴങ്ങൾ, ഈസ്റ്റ് എന്നിവയ്ക്കും വാറ്റ് വർദ്ധിച്ചതോടെ ഡിമാൻഡ് കൂടിയിരിക്കുകയാണ്. അതായത് എക്സൈസ് നടത്തിയ പരിശോധനകളിൽ പിടിയിലായവരിൽ ഏറിയ പങ്കും ഇത്തരത്തിൽ വീടുകളിൽ തന്നെ ചാരായം വാറ്റുന്നതിനിടെ കുടുങ്ങുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ തുരുത്തുകളും ഒറ്റപ്പെട്ട ഇടങ്ങളും കേന്ദ്രീകരിച്ചാണ് വ്യാജവാറ്റ് സംഘങ്ങൾ സജീവമായതെങ്കിൽ ഇപ്പോൾ വീടുകളിൽ തന്നെ ഇപ്പോൾ വാറ്റ് നടത്തുന്നു എന്ന് തന്നെയാണ് പോലീസും എക്സൈസും ഒക്കെ പറയുന്നത്. ഇപ്പോൾ ഇവർക്കെതിരെ കർശന പരിശോധനയുമായി രംഗത്തെത്തുകയാണ് പോലീസും എക്സൈസും ഒക്കെ. ഈ കാലയളവിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ നിരവധി പേർ പിടിയിലാവുകയും ചെയ്തു. ഇതോടെയൊക്കെയാണ് പലരും വീട്ടിൽ തന്നെ പ്രഷർ കുക്കറും മറ്റും ഉപയോഗിച്ച് ചാരായം വാറ്റാൻ ആരംഭിച്ചതെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആവശ്യക്കാർ ഏറെ ഉള്ളതിനാൽ ലിറ്ററിന് 2000 മുതൽ 3000 രൂപ വരെയാണ് പുത്തൻ വാറ്റുകാർ ഈടാക്കുന്നത്. അതുപോലെ അമോണിയ പോലെ ശരീരത്തിന് ഹാനികരമായ രാസവസ്തുക്കൾ അശാസ്ത്രീയമായ അളവിൽ ഉപയോഗിച്ച് പലയിടത്തും ഇത്തരത്തിൽ ചാരായം വാറ്റൊക്കെ നിർമ്മിക്കുന്നുണ്ട്. ഇത് അപകട ഭീതി തന്നെ ഇടയാക്കുകയാണ്. വീടുകളിൽ സ്വന്തം ആവശ്യത്തിന് വാറ്റി ഉപയോഗിക്കുന്നവരെക്കാൾ അപകടകാരികളാണ് വിൽപ്പന ലക്ഷ്യം വെച്ച് രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നവർ. അതുകൊണ്ട് തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വാറ്റുന്നവരെ കണ്ടെത്താൻ നാടൊട്ടുക്ക് എക്സൈസ് ഇപ്പോൾ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നു. ചിലയിടങ്ങളിൽ പലചരക്ക് കടകളിലും മറ്റും ചാരായം വാറ്റുന്നതിനുള്ള സാമഗ്രികൾ ഉൾപ്പെടുത്തി വാറ്റ് കിറ്റുകൾ വരെ വിൽക്കുന്നതായിട്ടുള്ള വിവരങ്ങളാണ് എക്സൈസിന് ലഭിച്ചിരിക്കുന്നത്. വാറ്റിന്റെ പിടിയിൽ അമർന്നപ്പോൾ എക്സൈസ് നിർവീര്യമാക്കിയ ഇടങ്ങളിലാണ് പൂർവാധികം ശക്തിയോടെ ഇപ്പോൾ ചാരായം ഒഴുക്കുന്നത്. നിർമ്മിക്കുന്നത് ഒരു സ്ഥലത്താണെങ്കിൽ വിൽപ്പന പല സ്ഥലത്തായിരിക്കും. ഇത് കാരണം വാറ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് കലക്കിവെച്ച വാഷ് മാത്രമായിരിക്കും മിക്കപ്പോഴും എക്സൈസിനും പോലീസിനുമൊക്കെ കണ്ടെത്താനാകുന്നത്. വനമേഖലകളിലും ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലുമൊക്കെ ഗ്യാസ് സ്റ്റവ് ഉപയോഗിച്ച് വാറ്റ് കേന്ദ്രങ്ങൾ സജീവമാകാനിടയുള്ളതായി ഇന്റലിജൻസും ഇപ്പോൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.